ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാപ്കട്ടിൽ ഓഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കും. ആദ്യം പി സിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. പി സിയിലെ ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ടൈം ലൈനിലെ ഓഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഓഡിയോ ടൂൾസ് ഉപയോഗിച്ച് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഓഡിയോയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കാനായിട്ട് ഓഡിയോ ടാബിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് തിരഞ്ഞെടുത്ത് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓഡിയോ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ ഓഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. കൂടാതെ പി സിയിൽ ഓഡിയോയുടെ പിച്ച് മാറ്റാനും നോയ്സ് കുറയ്ക്കാനും ഈക്വലൈസർ ഉപയോഗിച്ച് ശബ്ദം ക്രമീകരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇനി മൊബൈലിൽ എങ്ങനെയാണെന്ന് നോക്കാം. മൊബൈലിൽ ഓഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഓഡിയോയിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഓഡിയോ ടൂൾസ് ഉപയോഗിച്ച് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഓഡിയോയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കാനായിട്ട് ഓഡിയോ ടാബിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് തിരഞ്ഞെടുത്ത് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഓഡിയോ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ ഓഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മൊബൈലിലെ വോയിസ് എഫക്റ്റുകൾ ചേർക്കാനും നോയ്സ് കുറയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് നമ്മൾ ഓഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പഠിച്ചു. ഇത് ബേസിക് ആണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ അടുത്ത എഡിറ്റിംഗിൽ ഉപയോഗിച്ച് ക്യാപ്കട്ടിലെ എന്റെ ട്രെൻഡിങ് എഡിറ്റ്സ് എല്ലാം കാണാനായിട്ട് പിൻ ചെയ്തിരിക്കുന്ന റീൽസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ബൈ. പിന്നെ ഒരു കാര്യം, സംശയങ്ങൾ കമന്റിൽ ചോദിക്കാൻ മറക്കരുത്. ഞാൻ മറുപടി തരുന്നതായിരിക്കും.